Hi dears, today we are going to discuss about ATM, Asynchronous Transfer Mode. എന്താണ് ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വിച്ചിങ് ടെക്നിക്കാണ്. ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ചിങ് ടെക്നിക്കിനെയാണ് ATM എന്ന് പറയുന്നത്. ATM വർക്ക് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലാണ്. ഓക്കെ, ISO/ISI ലെയേഴ്സിനകത്തുള്ള ഡാറ്റ ലിങ്ക് ലെയറിലാണ് ATM വർക്ക് ചെയ്യുന്നത്. ATM എന്ന് പറയുന്നത് ഒരു സ്വിച്ചിങ് ടെക്നിക്സ് ആണ്. ഡാറ്റേനെ ഫോർവേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ചിങ് ടെക്നിക്കാണ് ATM. ATM ഈസ് ആൻ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ telecommunication standard for cell relay where information for multiple service type such as voice, video or data is conveyed in small or fixed cells. അപ്പോൾ ഇതിനകത്ത് ATM ഡെവലപ്പ് ചെയ്തത് ITU എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ ITU എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്റ്റാൻഡേർഡിൻ്റെ ബേസിലാണ് ATM വർക്ക് ചെയ്യുന്നത്. ദെൻ ATM യൂസ് ചെയ്യുന്നത് സെൽ റിലേ കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് മൾട്ടിമീഡിയ ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ATM എന്ന് പറയുന്ന സ്വിച്ചിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ATMന് സെൽ റിലേ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് സെൽ റിലേ എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് ഡാറ്റേനെ ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ ഫിക്സ്ഡ് സൈസുള്ള സെൽസ് ആയിട്ടാണ് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത് ചെറിയ ചെറിയ സ്മോൾ സെൽസ് ആക്കി മാറ്റിയിട്ടാണ്. ഈ സെൽസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഡാറ്റ പാക്കറ്റുകൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ടാണ്. ഈ ചെറിയ ചെറിയ പോർഷൻസിനെയാണ് സെൽസ് എന്ന് പറയുന്നത്. ഈ സെൽസ് എല്ലാം തന്നെ ഒരു ഫിക്സ്ഡ് സൈസിലായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ATMന് പറയുന്ന മറ്റൊരു പേര് സെൽ റിലേ എന്നുള്ളത്. ATM ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സെൽസുകളാക്കിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഈ ചെറിയ ചെറിയ സെൽസ് എല്ലാം തന്നെ ഒരു ഫിക്സഡ് സൈസിലുള്ള സെൽസുകളായിരിക്കും. അതുപോലെ ATMലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറയുന്നത് മൾട്ടിമീഡിയ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് വോയിസ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഡാറ്റ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമുക്ക് ATM വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ATM എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ടെക്നിക്കാണ്. കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ്, സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. ഇനി ATMൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. Service is connection oriented with data transferred over virtual circuit. സർവീസ് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് ആണ് എന്ന് പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആണ് ATM എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു വിർച്വൽ സർക്യൂട്ട് വഴിയാണ്. വിർച്വൽ സർക്യൂട്ടിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് എ സ്വെൽ സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. നമ്മൾ പറഞ്ഞു ഡാറ്റേനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ സെൽസുകളാക്കി മാറ്റിയിട്ടാണ് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെൽ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ആണെന്ന് പറയാം. It uses asynchronous time division multiplexing, that means asynchronous TDM, to encode data into small fixed cells. ഇനി ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലെക്സിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ടെക്നിക്കാണ്. ATMനകത്ത് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അസിൻക്രണസ് TDM, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ടെക്നിക്കാണ്. ദാറ്റ് മീൻസ് ഡാറ്റേനെ സ്മോൾ ഫിക്സഡ് സൈസുള്ള സെൽസുകളാക്കി മാറ്റിയതിന് ശേഷമാണ് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണിത്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് നടക്കുന്നതിൻ്റെ ഫിഗറാണ്. ഇപ്പോൾ എൻ്റയർ ഡാറ്റേനെ എന്ത് ചെയ്യും? ഫിക്സഡ് സൈസുള്ള സെൽസുകളാക്കി മാറ്റും. ദെൻ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൻ്റെ പ്രത്യേകത എന്താ? അറ്റ് എ ടൈം ഈ ടോട്ടൽ ടൈമിനെ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ഓരോ ടൈം സ്ലോട്ടും എന്ത് ചെയ്യും? ഓരോ ഡാറ്റ പാക്കറ്റിന് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കും, അല്ലേ? അതിനെയാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ എൻ്റയർ കപ്പാസിറ്റി ആ ഒരു ടൈം ഡ്യൂറേഷനിൽ ആ സെൽ പാക്കറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചാനലിൻ്റെ സ്ട്രെങ്ത് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിനകത്ത്. ദാറ്റ് മീൻസ് ടോട്ടൽ ടൈമിന് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡാറ്റ പാക്കറ്റിനും ഓരോ സ്ലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ടൈം ഡ്യൂറേഷനിൽ ആ ഒരു സ്ലോട്ട് ആ ഒരു പാക്കറ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ കംപ്ലീറ്റ് കപ്പാസിറ്റി അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അസിൻക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആണ് ഡാറ്റേനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡാറ്റേനെ സ്മോൾ ഫിക്സഡ് സൈസുള്ള സെൽസുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഫിക്സഡ് സൈസുള്ള
ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 53 ബൈറ്റ്സ് ആണ് അതിൻ്റെ ലെങ്ത്. ഈ 53 ബൈറ്റ്സ് ലെങ്ത്തിൽ തന്നെ അതിനകത്ത് വരുന്നത് പേലോഡും ഹെഡറും ആയിരിക്കും ഒരു ഡാറ്റ എന്ന് പറയുമ്പം. ഓക്കെ, പേലോഡ് എന്ന് പറയുന്നത് ഡാറ്റ, ഈ ഡാറ്റേൻ്റെ കൂടെ ഹെഡർ കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് 5 ബൈറ്റ്സ് ആണ് ഹെഡറിൻ്റെ ലെങ്ത് വരിക, 48 ബിറ്റ്സ് ആണ് പേലോഡ് അല്ലെങ്കിൽ ഡാറ്റേൻ്റെ ലെങ്ത് വരിക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ATMനകത്തുള്ള സെൽ സൈസ് എന്ന് പറയുന്നത് 53 ബൈറ്റ്സ് ആണ്. ഈ 53 ബൈറ്റ്സ് 5 ബൈറ്റ്സ് ഹെഡറും 48 ബൈറ്റ്സ് പേലോഡും ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ ATM ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ മീഡിയം. ട്രാൻസ്മിഷൻ മീഡിയത്തിന് ഒരിക്കലും ATM ടെക്നിക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ATM സെൽ ക്യാൻ ബി സെൻഡ് ഓൺ എ വയർ ഓർ ഫൈബർ. ഏത് ട്രാൻസ്മിഷൻ ആയിക്കോട്ടെ, വയറോ ഫൈബറോ ഏത് ടൈപ്പ് ട്രാൻസ്മിഷൻ മീഡിയം ആയിക്കോട്ടെ, അതിലൂടെ എല്ലാം ATM സെൽസിനെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ATM സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATM ഡാറ്റ പാക്കറ്റ്സുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാൻ ഓൾസോ ബി പാക്കേജ്ഡ് ഇൻസൈഡ് ദ പേലോഡ് ഓഫ് അതർ കരിയർ സിസ്റ്റം. ഇത് വേറൊരു ഫിഗറാണ്, മൾട്ടിപ്ലക്സ് ചെയ്യുന്ന വേറൊരു ഫിഗറാണ്. നമുക്ക് പറഞ്ഞു മൾട്ടിമീഡിയ മെസ്സേജിനെ ഇതിലൂടെ മൾട്ടിമീഡിയ ഡാറ്റേനെ ഈ ATMലൂടെ സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ യൂസ് ചെയ്യുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് മെത്തേഡാണ്. ദാറ്റ് മീൻസ് എൻ്റർ ഡാറ്റേനെ എൻ്റർ ടൈമിനകത്ത് ഡിഫറെൻറ്റ് ടൈം ഡ്യൂറേഷനിൽ സെൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ടോട്ടൽ ടൈമിനെ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ട്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാക്കറ്റ്സുകൾക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ അതുവഴി എന്ത് ചെയ്യും? എല്ലാ പാക്കറ്റ്സുകൾക്കും ഡാറ്റേനെ സെൻഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും അല്ലേ. അതുപോലെ തന്നെ ചാനലിൻ്റെ എൻ്റർ കപ്പാസിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും ഓരോ പാക്കറ്റിനും. ഓക്കെ, അപ്പോൾ വോയിസ്, ഡാറ്റ, പാക്കറ്റ്സ്, ഇമേജസ് എല്ലാ ടൈപ്പ് ഡാറ്റയും മൾട്ടിമീഡിയ മെസ്സേജസിന് ഇതിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ATM ഡിവൈസസ് ആൻഡ് നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റ്. ATM ഡിവൈസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതുപോലെ അതിനകത്തുള്ള നെറ്റ്വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഏതാണ്, അതാണ് പറയുന്നത്. ATM ഈ ഒരു ഇതിനകത്തുള്ള ഡിവൈസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൗട്ടർ, ലാൻ സ്വിച്ച്, വർക്ക് സ്റ്റേഷൻസ്, ATM എൻഡ് പോയിൻറ്റ്സ്. ഈ ഡിവൈസുകളെല്ലാം തന്നെ ഒരു ATM സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ സ്വിച്ച് എന്ത് ചെയ്യും? മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യും. അതിനകത്ത് വേറെ സ്വിച്ചസ് ഉണ്ടായിരിക്കും. ദെൻ അതിനകത്ത് റൗട്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇത്രയും ഡിവൈസുകളാണ് ATM സ്വിച്ചിങ് ടെക്നിക്ക് നടത്താൻ ആവശ്യമായിട്ടുള്ളത്. An ATM network is made up of an ATM switch and ATM endpoints. ഒരു ATM നെറ്റ്വർക്കിനകത്ത് എന്തുണ്ട്? ATM സ്വിച്ചും ഉണ്ടായിരിക്കും, ഒരു ATM എൻഡ് പോയിന്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ATM switch is responsible for cell transit through an ATM network. ATM സ്വിച്ചിലൂടെയാണ് ATM നെറ്റ്വർക്കിലേക്ക് സെല്ലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദി ജോബ് ഓഫ് ATM switch is well defined. ATM സ്വിച്ചിൻ്റെ ജോബാണ് പറയുന്നത്. എന്താണ്? ഇറ്റ് accept the incoming cell from an ATM endpoint or another ATM switch. ഒരു ATM endpointൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ATM സ്വിച്ചിൽ നിന്നോ ഇൻകമിംഗ് സെൽസുകളെ ഇത് accept ചെയ്യും. Then reads and updates the cell header information and quickly switches the cell to an output interface towards its destination. അതിനുശേഷം ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഹെഡർ ആഡ് ചെയ്യും. ഹെഡർ ഇൻഫോർമേഷൻ ആ സെല്ലിലേക്ക് ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് അഡീഷണൽ ഇൻഫോർമേഷൻ ആഡ് ചെയ്തിട്ട് അത് മറ്റ് സ്വിച്ചിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഔട്ട്പുട്ട് ഇൻ്റർഫേസ് വഴി മറ്റുള്ള ഡിവൈസുകളിലേക്കോ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ATM സ്വിച്ച് എന്താണ് ചെയ്യുക? ATM സ്വിച്ച് എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് സെൽസുകൾ റിസീവ് ചെയ്തിട്ട് അതിലേക്ക് ATM എൻഡ് പോയിൻറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ATM സ്വിച്ചിൽ നിന്നോ സെൽസുകൾ റിസീവ് ചെയ്തിട്ട് അതിലേക്ക് ഹെഡർ ഇൻഫോർമേഷൻ ആഡ് ചെയ്തിട്ട് അത് മറ്റുള്ള സ്വിച്ചുകളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഔട്ട്പുട്ട് ഇൻ്റർഫേസുകളിലേക്കോ ഈ ഡാറ്റ പാക്കറ്റ്സുകളെ ഫോർവേഡ് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ് ATM സ്വിച്ച് ചെയ്യുന്നത്. An ATM endpoint or end system contain an ATM network interface adapter. Then ATM endpointനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു ATM network interface adapter ഉണ്ടായിരിക്കും. Examples of ATM endpoints are workstations, routers, digital service units, DSU. ഡിജിറ്റൽ സർവീസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് DSU എന്ന് ഈ ഒരു ഫിഗറിനകത്ത് DSU എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഡിജിറ്റൽ സർവീസ് യൂണിറ്റ്സ്. ദെൻ ലാൻ സ്വിച്ചസ് ഓർ വീഡിയോ കോഡർ ഓർ ഡീകോഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഡിവൈസുകളിനെയൊക്കെയാണ് ATM എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. വർക്ക് സ്റ്റേഷൻസ് ആവാം, റൗട്ടേഴ്സ് ആവാം, ഡിജിറ്റൽ സർവീസ് യൂണിറ്റ്സ് ആകാം, ലാൻ സ്വിച്ചസ്, വീഡിയോ കോഡേഴ്സ്, ഡീകോഡേഴ്സ്. ഈ ഡിവൈസുകളൊക്കെയാണ് എന്ത്
ATM എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഈ ഡിവൈസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെൽസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂസർ ഇൻ്റർഫേസിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ് ATM എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ATM സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. ദെൻ ഈ ATM സ്വിച്ച് ഇവിടെ നിന്നുള്ള സെൽസുകൾ റിസീവ് ചെയ്തിട്ട് മറ്റ് ഇൻ്റർഫേസ് വഴി എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഇൻ്റർഫേസ് വഴി മറ്റുള്ള സ്വിച്ചുകളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ATM എൻഡ് പോയിന്റ്സുകളിലേക്കോ ഈ സെൽസിനെ ഫോർവേഡ് ചെയ്യും. അതാണ് ATMനകത്ത് നടക്കുന്നത്. ദെൻ ATMൻ്റെ ആർക്കിടെക്ചറാണ് നെക്സ്റ്റ് പറയുന്നത്. ATMൻ്റെ ആർക്കിടെക്ചർ ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുക. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, പ്ലെയിൻ മാനേജ്മെൻറ്റ്, ലെയർ മാനേജ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് പ്ലെയിൻ. ഇങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് ലെയർ മാനേജ്മെൻറ്റ് ആൻഡ് പ്ലെയിൻ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട് ATM ആർക്കിടെക്ചറിനകത്ത്. ഏതൊക്കെയാ, ഫിസിക്കൽ ലെയർ, ATM ലെയർ, ATM അഡാപ്റ്റേഷൻ ലെയർ, AAL എന്ന് പറയും. ദെൻ ഒരു ഹയർ ലെയർ. ഈ ഹയർ ലെയർ താഴെ 3 ലെയേഴ്സ് ആയിട്ടുള്ള ATM അഡാപ്റ്റേഷൻ ലെയർ, ATM ലെയർ, ഫിസിക്കൽ ലെയർ, ഇത്രയും ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഇനി ഇതിനകത്ത് 3 പ്ലെയിൻസ് ഉണ്ടാവും. മാനേജ്മെൻറ്റ് പ്ലെയിന്, യൂസർ പ്ലെയിന്, കൺട്രോൾ പ്ലെയിൻ, ഇങ്ങനെ 3 പ്ലെയിൻസുകൾ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ISO OSI റെഫറൻസ് മോഡലിനോട് റിലേറ്റ് ചെയ്തിട്ട് ATM റെഫറൻസ് മോഡൽ വരച്ചിട്ടുള്ള ഒരു ഫിഗറാണ്. നമ്മൾ പറഞ്ഞു ATM വർക്ക് ചെയ്യുന്നത് ഏത് ലെയറിലാണ്, ഡാറ്റ ലിങ്ക് ലെയറിലാണ് അല്ലേ. സോ ATM അഡാപ്റ്റേഷൻ ലെയറും ATM ലെയറും കാണപ്പെടുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലാണ്. സോ അതിനോട് ഇൻ്റർഫേസ് ചെയ്ത് കാണിക്കുന്ന ഒരു ഫിഗറാണ് ഇത്. നെക്സ്റ്റ് ATMൻ്റെ ആർക്കിടെക്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ATM reference model is composed of the following planes which span all layers. ATM റെഫറൻസ് മോഡൽ നിങ്ങൾ കണ്ടപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് പ്ലെയിൻസുകൾ കണ്ടു അല്ലേ. ഏതൊക്കെയാ, ഈ ഒരു ഫിഗറിനകത്ത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. കൺട്രോൾ പ്ലെയിന്, യൂസർ പ്ലെയിന്, മാനേജ്മെൻറ്റ് പ്ലെയിന്. ഓക്കെ, മാനേജ്മെൻറ്റ് പ്ലെയിൻ, ഇങ്ങനെ 3 പ്ലെയിൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൺട്രോൾ പ്ലെയിൻ എന്ന് പറയുന്നത്, ദിസ് പ്ലെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് ആൻഡ് മാനേജിങ് സിഗ്നലിംഗ് റിക്വസ്റ്റ്. സിഗ്നലിംഗ് റിക്വസ്റ്റുകളെ ജനറേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലെയിന് യൂസ് ചെയ്യുന്നത്. ദെൻ യൂസർ പ്ലെയിന്, വേറൊരു പ്ലെയിനാണ് യൂസർ പ്ലെയിൻ എന്ന് പറയുന്നത്. ദിസ് പ്ലെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ. ഡാറ്റ ട്രാൻസ്ഫറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസർ പ്ലെയിൻ യൂസ് ചെയ്യുന്നത്. യൂസർ ഡാറ്റകളെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് യൂസർ പ്ലെയിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ നെക്സ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനകത്ത് 2 കമ്പോണൻസ് ഉണ്ട്, ലെയർ മാനേജ്മെൻറ്റും പ്ലെയിൻ മാനേജ്മെൻറ്റും. ആ ഫിഗറിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മാനേജ്മെൻറ്റ് പ്ലെയിനെ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ, ലെയർ മാനേജ്മെൻറ്റും പ്ലെയിൻ മാനേജ്മെൻറ്റും. ഓക്കെ, അപ്പോൾ അതിനാണ് ഇവിടെ പറയുന്നത്. ലെയർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജസ് ലെയർ സ്പെസിഫിക് ഫങ്ഷൻസ്. ലെയർ സ്പെസിഫിക് ഫങ്ഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെയർ മാനേജ്മെൻറ്റ് പ്ലെയിൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലെയർ സ്പെസിഫിക് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിറ്റക്ഷൻ ഓഫ് ഫെയിലേഴ്സ് ആൻഡ് പ്രോട്ടോകോൾ പ്രോബ്ലംസ്. പ്രോട്ടോകോളിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫെയിലേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ ഒക്കെയാണ് ലെയർ മാനേജ്മെൻറ്റ് പ്ലെയിൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ പ്ലെയിൻ മാനേജ്മെൻറ്റ് പ്ലെയിന് യൂസ് ചെയ്യുന്നത് ഇറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ് ഫങ്ഷൻസ് റിലേറ്റഡ് ടു ദ കംപ്ലീറ്റ് സിസ്റ്റം. ഹോൾ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹോൾ സിസ്റ്റം ഫങ്ഷൻ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലെയിൻസ് ആണ് ഇതിനകത്തുള്ളത്. 3 പ്ലെയിൻസ് ആണ് ATMൻ്റെ ആർക്കിടെക്ചറിനകത്തുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാ, കൺട്രോൾ പ്ലെയിന്, യൂസർ പ്ലെയിന്, മാനേജ്മെൻറ്റ് പ്ലെയിന്. ഈ മാനേജ്മെൻറ്റ് പ്ലെയിനിനകത്ത് 2 ലെയേഴ്സ് ഉണ്ട്, 2 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ലെയർ മാനേജ്മെൻറ്റും ഒരെണ്ണം പ്ലെയിൻ മാനേജ്മെൻറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷണാലിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ATM റെഫറൻസ് മോഡൽ ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോളോയിങ് ATM ലെയേഴ്സ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള പ്ലെയിൻസ് കൂടാതെ ATM റെഫറൻസ് മോഡലിനകത്ത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ, ഫിസിക്കൽ ലെയർ, ATM ലെയർ ആൻഡ് ATM അഡാപ്റ്റേഷൻ ലെയർ. ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനലോഗ്സ് ടു ഫിസിക്കൽ ലെയർ ഓഫ് ദ OSI റെഫറൻസ് മോഡൽ. ISO OSI റെഫറൻസ് മോഡലിനകത്തുള്ള ഫിസിക്കൽ ലെയറിനെ പോലെ തന്നെയാണ് ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. ബിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക, ബിറ്റ് സ്ട്രീം ആക്കി മാറ്റുക, സെൽസിനെ ബിറ്റ് സ്ട്രീം ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷൻ. It manages the medium dependent transmission. medium dependent transmission മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ലെയർ യൂസ് ചെയ്യുന്നത്. ദെൻ ATM ലെയർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ദ സൈമൾട്ടാനിയസ് ഷെയറിംഗ് ഓഫ് വിർച്വൽ സർക്യൂട്ട്സ് ഓവർ എ ഫിസിക്കൽ ലിങ്ക്. ദാറ്റ് മീൻസ് സെൽ മൾട്ടിപ്ലക്സിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
സൈമൾട്ടേനിയസ് ഷെയറിംഗ് ഓഫ് വിർച്വൽ സർക്യൂട്ട്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടി സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ഫിസിക്കൽ നെറ്റ്വർക്കിലൂടെ ഒരു ഫിസിക്കൽ ലിങ്കിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ATM ലെയർ യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെൽ മൾട്ടിപ്ലക്സിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അഡാപ്റ്റേഷൻ ലെയർ, ATM അഡാപ്റ്റേഷൻ ലെയർ ഉണ്ട്, അതാണ് AAL എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഐസൊലേറ്റിംഗ് ഹയർ ലെയർ പ്രോട്ടോകോൾസ് ഫ്രം ഡീറ്റെയിൽസ് ഓഫ് ATM പ്രോസസ്. ഹയർ ലെയർ പ്രോട്ടോകോൾസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AAL ലെയർ യൂസ് ചെയ്യുന്നത്. ദ അഡാപ്റ്റേഷൻ ലെയർ പ്രിപ്പയർസ് യൂസർ ഡാറ്റ ഫോർ കൺവേർഷൻ ഇൻറ്റു സെൽസ് ആൻഡ് സെഗ്മെൻറ്റ്സ് ഡാറ്റ ഇൻറ്റു 48-bit സെൽസ് പേലോഡ്. ഓക്കെ, അപ്പോൾ യൂസർ ഡാറ്റ കൺവേർഷന് വേണ്ടിയിട്ടാണ് AAL യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനലി ഹയർ ലെയേഴ്സ് റിസൈഡിങ് എബവ് ദ AAL എക്സെപ്റ്റ് യൂസർ ഡാറ്റ അറേഞ്ച് ഇറ്റ് ഇൻ ടു പാക്കറ്റ്സ് ആൻഡ് ഹാൻഡ് ഇറ്റ് ഇൻ ടു ദ AAL. അതിനുശേഷം ഒരു ഹയർ ലെയർ ഉണ്ട്, ATM അഡാപ്റ്റേഷൻ ലെയറിന് മുകളിലുള്ള ലെയറാണ് ഹയർ ലെയേഴ്സ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യും, യൂസർ ഡാറ്റേനെ അക്സെപ്റ്റ് ചെയ്യും, അത് പാക്കറ്റ്സുകളായിട്ട് അറേഞ്ച് ചെയ്യും. അതൊക്കെയാണ് ഈ ഹയർ ലെയേഴ്സ് ചെയ്യുന്നത്. കണ്ടോ, ഈ ATMന് മുകളിൽ ഇപ്പം നമ്മൾ 3 ലെയേഴ്സാണ് പറഞ്ഞത്. അഡാപ്റ്റേഷൻ ലെയർ പറഞ്ഞു, ATM ലെയർ പറഞ്ഞു, ഫിസിക്കൽ ലെയർ പറഞ്ഞു. അതിന് മുകളിൽ ഒരു ഹയർ ലെയർ ഉണ്ട്, അത് യൂസർ ഡാറ്റേനെ ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ലെയേഴ്സിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. പിന്നെ വരുന്നത് ATMൻ്റെ സർവീസസ് ആണ്. ATM പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? 2 ജനറൽ ATM സർവീസസ് ആർ പെർമനൻറ്റ് വിർച്വൽ കണക്ഷൻ, ദാറ്റ് ഈസ് PVC. ദെൻ സ്വിച്ച്ഡ് വിർച്വൽ കണക്ഷൻ, ദാറ്റ് ഈസ് SVC. പെർമനൻറ്റ് വിർച്വൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീസ്ഡ് ലൈൻ കണക്ഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നെറ്റ്വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എടുക്കുന്ന ലീസ്ഡ് ലൈൻ കണക്ഷൻ, അതിനെയാണ് പെർമനൻറ്റ് വിർച്വൽ കണക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സ്വിച്ച്ഡ് വിർച്വൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ കോൾ വഴി നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന അതിനെയാണ് ടെലിഫോൺ കോൾ വഴി യൂസ് ചെയ്യുന്നതിനെയാണ് സ്വിച്ച്ഡ് വിർച്വൽ കണക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്. ഓക്കെ, PVC എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എ PVC ഈസ് എ സർക്യൂട്ട് ദാറ്റ് എ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ഓവർ എ ATM സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ബിറ്റ്വീൻ എ സ്പെസിഫിക് സോഴ്സ് ആൻഡ് സ്പെസിഫിക് ഡെസ്റ്റിനേഷൻ മാനുവലി പ്രൊവിഷൻ. ഒരു സ്പെസിഫിക് ഡെസ്റ്റിനേഷനും സ്പെസിഫിക് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ യൂസ് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ഉള്ളതിനെയാണ് PVC ഒരു പെർമനൻറ്റ് വിർച്വൽ കണക്ഷൻ എന്ന് പറയുന്നത്. ദെൻ എ PVC is a connection that is permanently established between 2 or more nodes in a frame relay and asynchronous transfer mode based network. PVC എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് കണക്ഷൻ ആയിരിക്കും. 2 നോഡ്സുകൾ തമ്മിൽ, 2 അതിൽ കൂടുതലോ നോഡ്സുകൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെർമനൻറ്റ് കണക്ഷൻ ആയിരിക്കും PVCക്കകത്ത് ഉണ്ടായിരിക്കുക. എന്നാൽ ടെലിഫോൺ കോൾ പോലെ, ടെലിഫോൺ കോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ആ ഒരു കോള് ഇപ്പം നമ്മളൊരു ടെലിഫോൺ കോളിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോള് കണക്ട് ചെയ്യുന്നു, നമ്മൾ ഒരാളുമായിട്ട് കോൾ കണക്ട് ചെയ്യുന്നു, ആ കണക്ട് ചെയ്ത ആ സമയം മുതൽ ആ കോൾ എൻഡ് ചെയ്യുന്ന വരെയല്ലേ നമ്മൾ അതുമായുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, കണക്ഷൻ പിന്നെ അവിടെ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെയുള്ള കണക്ഷൻസ് ആണ് സ്വിച്ച്ഡ് വിർച്വൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു ടെമ്പററി കണക്ഷനാണ്. നമ്മൾ കോള് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുമുതൽ കോൾ എൻഡ് ചെയ്യുന്നത് വരെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. നമ്മൾ വോയിസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം മാത്രമാണ് വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കണക്ഷൻസ് ആണ് സ്വിച്ച്ഡ് കണക്ഷൻ എന്ന് പറയുന്നത്, സ്വിച്ച്ഡ് വിർച്വൽ കണക്ഷൻ എന്ന് പറയുന്നത്. സോ SVC എന്ന് പറയുന്നത് ഒരു ടെമ്പററി കണക്ഷൻ ആയിരിക്കും. പെർമനൻറ്റ് വിർച്വൽ കണക്ഷൻ എന്ന് പറയുന്ന PVC ഒരു പെർമനൻറ്റ് കണക്ഷൻ ആയിരിക്കും. ഈ 2 സർവീസസ് ആണ് ATM പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ATM എന്താണ് എന്നുള്ളത് പറഞ്ഞു. ATM എന്ന് പറയുന്നത് ഒരു സ്വിച്ചിങ് ടെക്നിക്കാണ്. പാക്കറ്റ് സ്വിച്ചിങ് ടെക്നിക്കൊക്കെ പോലെ ഒരു സ്വിച്ചിങ് ടെക്നിക്കാണ് ATM എന്ന് പറയുന്നത്. ദെൻ ATMനകത്ത് നടക്കുന്നത് ഡാറ്റ പാക്കറ്റ്സുകളെ ഫിക്സഡ് സൈസുള്ള ചെറിയ സെൽസുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ATMന് പറയുന്ന മറ്റൊരു പേരാണ് സെൽ റിലേ എന്നുള്ളത്. ദെൻ ATM എപ്പോഴും ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആയിരിക്കും. ദെൻ ATMനകത്ത് സെല്ലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 53 ബൈറ്റ്സ് ആണ്. 53 ബൈറ്റ്സ് എന്ന് പറയുന്നത് 5 ബൈറ്റ്സ് ഹെഡ്റും 48 ബൈറ്റ്സ് പേലോഡും കൂടെ ചേർന്നതാണ്. ദെൻ ATMനകത്ത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ് നടത്തുന്നത്. ദെൻ മൾട്ടിമീഡിയ മെസ്സേജുകളെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ATM യൂസ് ചെയ്യുന്നത്. ദെൻ
ATM-നകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ATM എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ATM എൻഡ് പോയിന്റ്സ് എന്ന് പറയുമ്പം റൗട്ടേഴ്സ് ആവാം, ലാൻ സ്വിച്ചസ്, വർക്ക് സ്റ്റേഷൻസ്, ഇങ്ങനെയുള്ള യൂസറിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ, എൻഡ് പോയിന്റ്സ് അങ്ങനെയുള്ള ഡിവൈസുകളെയാണ് ATM എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ എൻഡ് പോയിന്റ്സ് എല്ലാം തന്നെ ഒരു ATM സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും, ദെൻ അതിന് വേറൊരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും, ദെൻ അതർ എൻഡിലും ഇതേപോലെ എൻഡ് പോയിന്റ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ATM സ്വിച്ച് ഈ ATM എൻഡ് പോയിന്റ്സിൽ നിന്ന് സെൽസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് അനദർ എൻഡിലേക്ക് ഫോർവേഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ATM-ൻ്റെ ആർക്കിടെക്ചർ പറഞ്ഞു. ATM-ൻ്റെ ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ ATM-ൻ്റെ ആർക്കിടെക്ചറിനകത്ത് 3 പ്ലെയിൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? മാനേജ്മെൻറ്റ് പ്ലെയിന്, കൺട്രോൾ പ്ലെയിന്, യൂസർ പ്ലെയിന്. ഈ മാനേജ്മെൻറ്റ് പ്ലെയിനകത്ത് തന്നെ 2 ടൈപ്പ് കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ലെയർ മാനേജ്മെൻറ്റും പ്ലെയിൻ മാനേജ്മെൻറ്റും. ഓരോന്നിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു. ദെൻ അതിനുശേഷം ലെയേഴ്സ് ആണ് പറഞ്ഞത്. ലെയേഴ്സ് മെയിനായിട്ട് വരുന്ന ലെയേഴ്സ് ATM അഡാപ്റ്റേഷൻ ലെയർ, ദാറ്റ് ഈസ് AAL, ദെൻ ATM ലെയർ, ദെൻ ഫിസിക്കൽ ലെയർ. ഈ ATM ലെയറും അതുപോലെ തന്നെ ATM അഡാപ്റ്റേഷൻ ലെയറൊക്കെ ഡാറ്റ ലിങ്ക് ലെയറിനകത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ATM-ൻ്റെ ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ATM പ്രൊവൈഡ് ചെയ്യുന്ന 2 സർവീസസ് ആണ് പറഞ്ഞത്, PVC ആൻഡ് SVC സർവീസസ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.